ഹായ് ഹലോ, എന്ത് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് വന്നേക്കുന്ന എൻ്റെ മീനായിട്ടെന്നല്ലേ, വേറൊന്നല്ല. ഞാൻ സാധാരണയായിട്ട് മീൻ വാങ്ങിക്കുന്ന സമയത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ അപ്പുറത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന മീനില്ലേ, അത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വറുക്കാനോ മറ്റൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, ആ എടുത്ത് ഏതാണോ പാത്രം, അത് ആ പാത്രം നിറയെ വെള്ളം എടുത്തിട്ട് ആ മീനും ആക്കിയിട്ട്, മീൻ മുങ്ങിക്കിടക്കണം കേട്ടോ. അങ്ങനെ വെള്ളം എടുത്തിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കലാണ് സാധാരണയായിട്ട് പതിവ്. അങ്ങനെ വെക്കുമ്പോണ്ടല്ലോ, നമ്മൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ആ മീനെടുത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടെ ഇന്നത്തെ അതേ ടേസ്റ്റിൽ, ഇന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതേ ടേസ്റ്റിൽ തന്നെ അന്നും കിട്ടും കേട്ടോ. കാര്യം ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് പരിശോധിച്ച് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മീനൊക്കെ ക്ലീൻ ചെയ്തു. എത്രമാത്രം മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ആ ഞോളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വീണ്ടും വീണ്ടും കഴുകിയാൽ തന്നെ നമ്മൾക്ക് അതൊരു ഒരു സമാധാനത്തോടൊക്കെ കഴിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മീൻ മാത്രം കഴുകിയാൽ മതിയോ? പോരാ. ആ ഭാഗത്ത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള ആ മറ്റേ പാത്രം, അതുപോലെ തന്നെ കത്തി, കത്രിക, സിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യണം അല്ലേ. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു കാര്യം സാധാരണയായിട്ട് ഉണ്ടാക്കലുണ്ട്. എന്താണെന്നല്ലേ നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിലോട്ട് 2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് എന്താ പറയുക, ആവശ്യത്തിന് ഉപ്പ് വേണേ. അത് കഴിഞ്ഞിട്ട് പാത്രം കഴിഞ്ഞ് ലിക്വിഡ് ഇടുക, പിന്നെ വിനാഗിരി അതും കൂടി ആഡ് ചെയ്ത ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ, എല്ലാം കൂടെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാം, കത്തി, കത്രിക, പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങളും, അതായത് ഈ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ഉപയോഗിച്ചു അതെല്ലാം തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ആ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി അകത്തൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ, മീൻ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഉറപ്പായിട്ടൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സാധനം, ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും എനിക്ക് തോന്നലില്ല കേട്ടോ. സോപ്പിട്ട് കഴുകിയാലും എനിക്ക് അത്രമാത്രം ഒന്നും ഒരു സുഖമായിട്ട് തോന്നലില്ല. അപ്പോൾ പിന്നെന്താ, പിന്നെ പറയാനുള്ള കാര്യം വേറെ ഒന്നല്ല, നമ്മൾ ഈ പുളി കറി വെക്കാൻ നേരം പച്ചവെള്ളത്ത് സോക്കിയിലുണ്ട് അല്ലേ. എന്തായാലും കൂടുതലും നമുക്ക് പെട്ടെന്നൊക്കെ മറന്നു പോകലുണ്ട്, എനിക്കുണ്ട് കേട്ടോ. ആ ടൈമിൽ ഞാൻ സാധാരണയായിട്ട് പുളി സോക്ക് ചെയ്യാൻ വെക്കുന്നത് കുറച്ചേറെ ചുടുവെള്ളം ഒഴിച്ചിട്ട് അതിനകത്തൊരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പുളി നല്ലപോലെ സോക്കായിട്ട് വരും കേട്ടോ. അതെ, അതിൻ്റെ ഇടയിലൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അങ്ങനെ അതെല്ലാം ഇനിയിപ്പോൾ കറിയൊക്കെ അവിടെ കിടന്നൊരു സൈഡിലായിട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും തേങ്ങ വെട്ടാമെന്ന് വിചാരിച്ചു. വേറെ നല്ല തേങ്ങ പിന്നെ നമ്മളിന്ന് വാങ്ങുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ തേങ്ങ ഇവിടെ വെട്ടിപ്പൊളിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ യൂസ് ആക്കാറില്ല, വേറെ ഒന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവലില്ല കേട്ടോ. ആ വെള്ളം ഒരുമാതിരി ചകർപ്പായിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് തേങ്ങ എടുക്കുമ്പോൾ എനിക്ക് ഇത്ര തേങ്ങയൊന്നും ആവശ്യം വരാറില്ല. കുറച്ച് തേങ്ങ, ഇവിടെ അധികം ആരും തേങ്ങ വെച്ച കറിയൊന്നും കഴിക്കലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബാലൻസ് തേങ്ങ ഉറപ്പായിട്ട് എനിക്ക് ബാലൻസ് വരലുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മൊത്തം ഒന്ന് തേച്ച് വെക്കും കേട്ടോ. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് 2-3-4 ദിവസമൊക്കെ നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും യാതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ആ ഒരു ബാഡ് സ്മെല്ല്, ചില തേങ്ങ കുറച്ച് ദിവസങ്ങളേറെ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യൂലേ, അല്ലെങ്കിൽ ഒരു ചൊയയൊക്കെ മാറും ആ ഒരു തേങ്ങയ്ക്ക്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. സാധാരണയായിട്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചോ. അങ്ങനെ ഇവിടെ കറിയൊക്കെ മീനൊക്കെ ഇട്ടിട്ടില്ല, പുളിയൊക്കെ ഒഴിച്ചു, വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ അതുപോലെ തന്നെ കറി വേവിക്കുമ്പോൾ, കറി ഉണ്ടാക്കുന്ന ടൈമിൽ തിളച്ച വെള്ളം, അതായത് കറിക്ക് വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ, പച്ചവെള്ളമൊക്കെ, അതിന് പകരം ചുടുവെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം അവിടെ കറിയൊക്കെ ആയിട്ടുണ്ട്. കറിയൊക്കെ മാറ്റി വെച്ചു. എത്രയാണെങ്കിലും മീൻ കറി ആണെങ്കിൽ ഒരു മീൻ വറവ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മീൻ വാങ്ങിച്ച പോലെ ഫീൽ ചെയ്യില്ല. സത്യമാണ് കേട്ടോ, എനിക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് മീൻ വറുക്കാമെന്ന് വെച്ചാൽ സാധാരണയായിട്ട് ഞാൻ എല്ലാ അൽക്കുൽക്കും മസാലകളും ഇതിനകത്ത് ഇടും, ഇഞ്ചി, വെള്ളുള്ളി, അങ്ങനെ. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് ഞാൻ നോർമലി സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് മീൻ വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ഈ ചട്ടി ഉണ്ടല്ലോ, മീൻ വറുക്കുന്ന ചട്ടി, ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ദോശ ചുടലുണ്ട് കേട്ടോ. ഇവിടെ അധികം ആർക്കും ഈ ഇരുമ്പ് ചട്ടിയിൽ ദോശ ചുടാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. അതാണ് ഞാൻ ഇതിൽ ദോശ ചുടലുണ്ട്, ചപ്പാത്തി ചുടലുണ്ട്, പത്തിരി ചുടലുണ്ട്, പിന്നെ മീൻ വറുക്കലുണ്ട്. അങ്ങനെ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്യലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചട്ടി. എനിക്ക് ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് കട്ടികളൊക്കെ ഉണ്ടാക്കണതാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ മറ്റെല്ലാവർക്കും നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണതാണ് ഇഷ്ടം. അപ്പോൾ എന്തോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തേക്ക്
ഫുഡിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പപ്പടമൊക്കെ ആർഭാടത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ചാറ് അങ്ങനെയുള്ളതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെത്തി മീനൊക്കെ കൂട്ടി ഞാൻ കഴിക്കട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ഇട്ട് വരാം കേട്ടോ. ബൈ.